ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ പോകുന്നത് ബാറ്റിൽ റോയൽ ആണ്. നമ്മുടെ ഇപ്പം ഇന്നൊരാള് കളിക്കാനുണ്ട്. നമ്മുടെ അനിയനുണ്ട് കളിക്കാൻ. അപ്പോൾ അവനിപ്പോൾ വരും. നിങ്ങളിപ്പോൾ എൻ്റെ അനിയൻ വന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ അനിയൻ. ഇവൻ്റെ ID വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ബാറ്റിൽ റോയൽ സ്റ്റാർട്ട് ചെയ്തു. കളി തുടങ്ങി ഗൈസ്. ഗൈസ് എൻ്റെ മറ്റേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാനുണ്ട്. ഫ്രീ ഫയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബാറ്റിൽ കൗണ്ട് 3, 2, 1 സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ അനിയനും പിന്നെ ബാക്കി 2 പേര് അവരെ പേരറിയില്ല ഗൈസ്. അവര് ശരിക്കും അവര് ആരാന്ന് പോലും അറിയില്ല. അവരും ഞാൻ വേറെ അവിടെ കുറ്റിക്കാട്ടിൽ ഇറങ്ങി. എൻ്റെ അനിയനും പിന്നെ 2 പേരും കൂടി അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ നല്ല ലൂട്ട് എടുക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ ലൂട്ടൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ലൂട്ടിൻ്റെ സ്ഥലം നോക്കാം ഗൈസ്. ഇവിടെ എന്തോ കോയിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തു. ഇത്ര ദിവസം വീഡിയോ ഇടാവുന്നത് കാരണം നമ്മളെ പരീക്ഷ കാരണം ഇടാൻ പറ്റിയില്ല. കുറച്ച് ദിവസമായിട്ട് പരീക്ഷ കാരണം. അത് നമ്മളിപ്പോൾ ഇവിടെ ഇത് സ്ഥലം നിങ്ങൾക്ക് പേരിറങ്ങി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സ്ഥലത്തെത്തി. അപ്പോഴേക്കും ആകാശമൊക്കെ ഒരു മാതിരി ഏതൊരു കളർ പച്ച ഏതോ പച്ച കളറിലായി ഒരു കടും പച്ച പോലത്തെ കളറിൽ. നമ്മളിവിടെ ലൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ലൂട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമിൽ ഏതൊരുത്തൻ നോക്കായി പോയി. അവന് വൈഫൈയുടെ നെറ്റ്വർക്കില്ലാണ്ട് അവൻ ചത്തുപോയി. അവനേതോ സോണിലിറങ്ങിയിട്ട് സോണിലെങ്ങാണ്ട് ഇറങ്ങിയിട്ട് സോണിലല്ല, അവന് വേറെ ഒരുത്തം പിടിച്ച് തന്നു. അതാണെന്തോ എൻ്റെ കാരണം. അവൻ നമുക്ക് തോക്ക് കിട്ടി. AK-47 ആണ് കിട്ടിയത്. AK-47 കിട്ടി. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഗൺ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു M10 ഏതോ ഗണ്ണ് ഡബിൾ ബാരൽ ഏതോ ഗണ്ണ് ഡബിൾ ഷൂട്ട് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗണ്ണിൻ്റെ പേരെന്താണെന്നറിയില്ല ഗൈസ്. പേരറിയില്ല ഗൈസ്. നമ്മൾ താഴ്ത്തി എടുത്ത് ചാടിയിട്ട് അത് നമ്മൾ നമുക്ക് അനിയൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. അപ്പോൾ അനിയൻ്റെ അടുത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ അനിയൻ്റെ അടുത്തേക്ക് എത്തി. എത്രയായി? അനിയനല്ലേ അനിയൻ വരുന്നുണ്ടോന്നുണ്ട്. അവിടുത്തെ 3ാമത്തെ നമ്പറില്ലേ, അതാണ് ഗൈസ് നമ്മുടെ അനിയൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അവനെ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നൈസിന് വെട്ടിച്ച് ഓടിപ്പോവാം. അവനെ മൈൻഡ് ചെയ്യണ്ട നമുക്ക് പോവാം. അവൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണണമെങ്കിൽ കണ്ടോ. ഇതാണ് അനിയൻ ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ അനിയൻ്റെ ID ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഷോർട്സ് പോലെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് നമ്മളൊരു
അപ്പോൾ ഞാനും അവനും കൂടി ഈ റോക്കറ്റിൻ്റെ ഈ സാധനം എടുത്തു. അപ്പോൾ ഈ സാധനം വെച്ച് വിട്ടു. ഫസ്റ്റ് വാളിപ്പോയി, രണ്ടാമത്തത് ശരിയായി. കറക്റ്റ് ഇവിടെ കോയിനൊക്കെ എടുക്കുന്നുണ്ട്. കോയിൻ എടുത്തു. അപ്പോൾ ഈ സ്ലൈഡ് പോലത്തെ സാധനത്തിൽ കയറി. അനിയനാണെങ്കിൽ അപ്പുറത്ത് ഇതിൽ കൂടെ കയറിപ്പോയി. അതാണ് ഞാൻ ഈ വഴി കൂടെ വന്നു. അതിൻ്റെ തിരിച്ച് ഞാൻ പോകുന്നു. അതിൻ്റെ ഇവിടെ തിരിച്ച് വീണ്ടും പോയപ്പോൾ അവൻ അങ്ങോട്ട് വന്നു. എന്ത് പൊട്ടന്നേരം കാണിക്കണല്ലേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവനിങ്ങോട്ട് വരും. അവൻ ഒരു ഇറക്കം പോലത്തെ ഇതൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയി. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ അവസാനിക്കുന്ന മുമ്പ് ഞാൻ തിരിച്ചെടുത്തു. അപ്പോഴേക്ക് ആ ചെക്കൻ പോയി. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അവൻ എന്നിട്ട് കാണിക്കുന്നത് അവന് പോലും മനസ്സിലാവില്ല. അത് ഞങ്ങളിവിടെ നിന്ന് ചാടി. അവൻ വരാണെങ്കിൽ നമുക്ക് പറ്റിച്ചിട്ട് മറ്റേ ഈ സിബ് ലൈൻ പോലത്തെ സാധനത്തിൽ കയറാം. വരുന്നുണ്ട്. നമുക്ക് സിബ് ലൈനിൽ കയറാം. പൊട്ടനാ സിബ് ലൈനിൽ കയറി. ഇതാ ചെക്കൻ കണ്ടില്ല. നമ്മൾ സ്പീഡ് കൂട്ടി. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് രണ്ടാമത്തെ സ്പീഡ് കൂട്ടി. അപ്പോൾ ആ ചെക്കൻ വരുന്നുണ്ടായത്. ആ ചെക്കൻ അപ്പോഴേക്കും ഇങ്ങനെ വരുന്നത്. അപ്പം തന്നെ തിരിച്ചു. അപ്പോൾ ഞാനും തിരിച്ചാൽ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അവൻ അങ്ങോട്ട് പോയതിന് പകരം ഇങ്ങോട്ട് വന്ന് ഗൈസ് അവൻ അടിയിക്കിട്ട് ചാടിയുന്നുണ്ട്. ഗൈസ് അടിയിടിച്ച് ചാടിയുന്നുണ്ട്. ഹെൽത്തൊക്കെ കുറഞ്ഞിട്ട് അടിയത്ത് ചാടിയിട്ട് ഹെൽത്തൊക്കെ കുറഞ്ഞിട്ട് ചെക്കനാണെന്ന് വെച്ചാൽ കാണിക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ വല്ല വണ്ടി കിട്ടാനുള്ള വഴി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. പോണതിനായിട്ട് വണ്ടി കിട്ടാനുള്ളതുണ്ടോ നോക്കാം. അപ്പോൾ അടുത്ത കോയിൻ നമ്മളെടുത്തു. അവിടെ ബാഗ് എടുക്കണ്ടായിരുന്നു. ആ ബാഗിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ലൂട്ട് കുറച്ച് വർക്കി. ലൂട്ട് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കിട്ടി. ഗൈസ് അവിടെ ഒരു ജീപ്പ് എടുക്കുന്നുണ്ട്. ആ ജീപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ പിന്നീന്ന് അനിയൻ വരുന്നുണ്ട്. അവനെ നമുക്ക് കയറ്റിയാലോ ഗൈസ്. അവനെ കയറ്റി ആ പൗതിയോളം വരെ കൊണ്ടുപോകാം. അവിടെ നിന്ന് അവൻ വേറെ വണ്ടി കയറി പോട്ടെ. അതാണ് നല്ലത്. കയറട്ടെ ഞാൻ ഗൈസ്. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. അവന് ഇവിടെ വെച്ച് ഒരുത്തനെ കണ്ടപ്പോൾ ചാടി വണ്ടിയുടെ മുകളിൽ വെച്ച് താഴ്ത്ത് വീണിട്ട് വണ്ടിയുമാണ് കൊണ്ടത്. അപ്പോൾ ഞാൻ വണ്ടി ലൂട്ട് എടുക്കണു. അപ്പോൾ അനിയൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. വണ്ടി എടുത്ത് പോയില്ല. വണ്ടി വേറെ ആര് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് വണ്ടി എടുത്തു. അതെടുത്ത് ഞാൻ റിവേഴ്സ് എടുത്ത് കത്തിച്ചു. അവൻ എൻ്റെ വണ്ടി എടുത്തു. കാരണം ഞാൻ അവിടെ കിടക്കണ്ടായ വണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് ഞാൻ എടുത്തു. അതായത് ഞങ്ങൾ വരെ പീക്കിൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ പീക്കിൻ്റെ ഒരുത്തൻ കാറിൽ അവനെ അടിച്ചു. ബോഡി ഷോട്ട് അടിച്ചു. പിന്നെ അവൻ്റെ കട്ടാന ബാറ്റ് വെച്ചിട്ട് ഒറ്റയടി അവനെ തീർത്തു. എൻ്റെ കയ്യിൽ നിന്ന് കുറേ ലൂട്ട് നമ്മൾ വർക്കി. നമ്മളിപ്പോൾ കാറെടുത്തു. കാറെടുത്തിട്ട് നേരെ ഇങ്ങനെ വിട്ടു. എൻ്റെ മോനെ അതിലിടിച്ചു ഇടിച്ച് തന്നെ റിവേഴ്സ് എടുത്ത് വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഗൈസ് ഒരു സാധനത്തെ പിടിച്ചു. അപ്പോൾ ഞാൻ എന്താ ചെയ്തു നോക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. സോഫ കയറിയിരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുമ്പോൾ കയറിയിരിക്കാൻ പറ്റുള്ള ഗൈസ്. കുറേ നെക്കിയിട്ടും കയറിയിരിക്കാൻ പറ്റുള്ള. അത് കാരണം നമ്മൾ വണ്ടി കയറി വണ്ടി വേർത്തെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തിട്ട് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ എന്തിട്ടൊരു സാധനം കയ്യിലെത്തി. ഒരാളെടുത്ത് നോക്കിയപ്പോൾ ഇത് എന്തോ ഒരു സാധനം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഈ പീക്കിൻ്റെ നടുക്കുള്ള ആ വീടിൽ പീക്കിൻ്റെ അവിടുത്തെ ആ നടുക്കത്തെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കയറി. അതിൻ്റെ അകത്ത് ഒരു പൊളിഞ്ഞു പോയ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊളിഞ്ഞു പോയ സ്റ്റെപ്പ് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടിയാണ് ഈ സാധനം ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ വെച്ചു. ഇവിടെ വയ്ക്കാൻ നോക്കി പറ്റിയില്ല. കുറച്ചങ്ങോട്ട് നീല വരുന്നത് അവിടെ വെച്ചിട്ട് ഗൈസ്
മുമ്പിൽ പോയി. അത് ഇങ്ങോട്ടായിരുന്നു. നമ്മൾ മുമ്പിൽ അതുകൂടെ കയറാണെങ്കിൽ ഇവിടേക്ക്, അതുകൂടെ കയറാണെങ്കിൽ ഇവിടെ വരും. അതിന് കാര്യമില്ല, നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കാണ് പോയത്. അതാണ് നമ്മൾ മൊയ്യായിക്ക് പോയി ഗൈസ്. നമ്മൾ വേറെ കുറച്ച് ലൂട്ട് ഇറക്കിയിട്ട് നമ്മൾ വേറെ സൈഡിലേക്ക് പോയി. അനിയും ഇനി വരുന്നുണ്ട്. വേറെ സൈഡിലേക്ക് പോയി. അതിൻ്റെ ലൂട്ട് കുറച്ച് ഇറക്കി. അപ്പോൾ അവിടെ ഒരു എനിമി വരുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെ എനിമി വരുന്ന പോലെ തോന്നി. അപ്പോൾ എനിമി ഹെഡ്ഷോട്ട് എടുത്തു. അപ്പോൾ ഞാൻ ചത്തു. ഞാൻ ചത്തു. അവൻ നോക്കായി. അനിയൻ കൊന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ ഇടയിൽ അവനോട് ഞാൻ പറഞ്ഞു റിവൈവ് ചെയ്യാൻ. അവൻ റിവൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ റിവൈവ് ചെയ്യാൻ പോയി. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഈ മാപ്പിൽ ഇവിടെ എങ്ങാണ്ടാണ് മറ്റേ ഇത് കാണിക്കുന്നത്. അവനോട് അവിടെ പോയി എടുക്കാൻ പറഞ്ഞു. അവൻ നോക്കിയിട്ട് കിട്ടിയില്ല. എനിക്ക് കിട്ടി. എൻ്റെ എന്നെ റിവൈവ് ആക്കി. ഞാൻ വന്നു ഗൈസ്. ഗൈസ് 6 പേരാ ഗൈസ്. 6 പേരുള്ളൂ ഇനി. ഇതുവരെ ആയിട്ട് ഞാൻ ഒരു കില്ല് പോലും എടുത്തിട്ടില്ല. ഒരു കില്ല് പോലും. 6 പേരുള്ളൂ. ഒരു കില്ല് പോലും എടുത്തില്ല. ഗൈസ്. അതായത് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അതിൽ ലൂട്ട് ബോക്സ് ഒന്ന് വീണു. അതിൽ ലൂട്ടൊക്കെ ഇറക്കി. അപ്പോൾ ഞാൻ ഞാൻ ചത്തുപോയില്ലേ, ആ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ട് കുറച്ചെടുത്തു. ഇതെൻ്റെ ലൂട്ട് ബോക്സല്ല, മറ്റവൻ്റെ എന്നെ കൊന്നവൻ്റെ. എൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് അനിയൻ മൊത്തം എടുത്തു. അനിയെടുത്താനും അപ്പോൾ വണ്ടി കൊണ്ടുവരുന്നു. അവനെ ഞാൻ വണ്ടിയോട് കുത്തി പൊട്ടിക്കാൻ നോക്കി. പറ്റിയില്ല. നമ്മുടെ ടീമേറ്റ് അവൻ്റെ വണ്ടിമേൽ കുത്തി കൊടുത്തു. നേരെ വിട്ടു. ഞാനാണെങ്കിൽ മറ്റേ ഓട്ടോ പൈലറ്റ് പറഞ്ഞ മോഡ് അതിട്ടൊക്കെ പറന്നുപോയി. അനിയനൊക്കെ പിന്നെ വരുന്നുണ്ട്. ഞാനപ്പോൾ ഇവിടെ ചെന്നപ്പോൾ 2 പേര് അടിക്കുന്നു. അടിയില്ല, മറ്റേ തോക്കൊണ്ടത് വൈറ്റ്. അപ്പോൾ ഒരുത്തനെ ഞാൻ നോക്കി, രണ്ടാമത്തെ നോക്കി. അപ്പോൾ നമ്മുടെ കളി ഇവിടെ അവസാനിച്ച് നമ്മൾ ബുയ അടിച്ചിരിക്കുന്നു ഗൈസ്. ബുയ അടിച്ചു കളി. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ ബുയ അടിച്ചു. ഇതിൽ ടോപ്പ് കില്ലെടുത്തത് ആ 4ാമത്തെ ഒരുത്തൻ പറഞ്ഞില്ലേ, അവൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചു പറഞ്ഞില്ലേ, അവനാണ് ടോപ്പ് കില്ലെടുത്തത്. അപ്പോൾ ഗൈസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്